ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും കൊടുത്തുവിടാൻ വളരെ നല്ലതാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വെജ് ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷനാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വീതം ബീൻസും ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷനും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 3 കപ്പ് വേവിച്ച ബാസ്മതി റൈസും വേണം. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു കടായിൽ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലെണ്ണ ഇഷ്ടമാണെങ്കിൽ അതുപയോഗിക്കാം. പക്ഷേ ഈ ഒരു ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ട്. ഈ വെളുത്തുള്ളി നന്നായിട്ട് വഴറ്റി ബ്രൗൺ ഷെയ്ഡൊന്നും ആക്കരുത്. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇപ്പോൾ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷനാണ് ചേർത്തത്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ ചേർക്കുന്ന വെജിറ്റബിളിൻ്റെ അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും വെജിറ്റബിൾ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ വീതമാണ് വെജിറ്റബിൾ ചേർത്തിട്ടുള്ളത്. ബീൻസും ക്യാരറ്റും ക്യാബേജും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം കൂടി ചേർക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അവിടെ കമൻറ്റ് സെക്ഷനിൽ ചിത്ര ചേച്ചിയാണ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചത്. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ വെജിറ്റേറിയൻ റെസിപ്പികളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ മിക്കവാറുമുള്ള വെജിറ്റേറിയൻ റെസിപ്പികളിലൊക്കെ ചിത്ര ചേച്ചി നല്ല കമൻറ്റുകളൊക്കെ ഇടുകയും എന്നെ നന്നായിട്ട് എൻകറേജ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ചിത്ര ചേച്ചിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഈ വെജ് ഫ്രൈഡ് റൈസ്. ഇപ്പോൾ ഞാൻ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ വിനാഗിരിയാണ്. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർക്കാം. 3 കപ്പ് ബാസ്മതി റൈസാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. നല്ല ചൂടുള്ള ചോറ് ഇതിലേക്ക് ചേർക്കരുത്. ചോറ് നല്ലതുപോലെ ചൂടാറിയ ശേഷം വേണം ഇതുപോലുള്ള റൈസ് റെസിപ്പികളിലൊക്കെ ചേർക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് കുഴഞ്ഞു പോകും. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനാണെങ്കിൽ തലേ ദിവസം തന്നെ ചോറ് വേവിച്ച് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. അപ്പോൾ രാവിലെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ വെജ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയെടുക്കാം. ഒരു 3 മിനിറ്റ് ഈ ചോറ് ചേർത്ത ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അവസാനമായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷനും കൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ
വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുത്. ഇതുകൂടാതെ ഞാൻ ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെയും എഗ് ഫ്രൈഡ് റൈസിൻ്റെയും റെസിപ്പികൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ സമയം കിട്ടുമ്പോൾ അതൊന്ന് കാണുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്